മഴക്കാലത്ത് സഞ്ചാരികളെ ആകർഷിച്ച് അരീക്കൽ വെള്ളച്ചാട്ടം കേരളത്തിനകത്തും പുറത്തു നിന്നുമുള്ള ധാരാളം സഞ്ചാരികളാണ് ദിവസേന ഇവിടേക്ക് എത്തുന്നത്. കാണാമ കാഴ്ചകൾ. എറണാകുളം ജില്ലയിലെ കിഴക്കൻ മേഖല എന്നറിയപ്പെടുന്ന കൂത്താട്ടുകുളത്തിന്റെയും പിറവത്തിന്റെയും ഇടയ്ക്ക് പാമ്പോക്കട ഗ്രാമപഞ്ചായത്തിലെ 5-6 വാർഡുകളിലായിട്ടാണ് അരീക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി. ചാട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വെള്ളം ചാടുന്ന സമയത്ത് അതിൻ്റെ താഴെ നിന്നുകൊണ്ട് കുളിക്കുവാനും മറ്റ് ഉല്ലസിക്കുവാനും ആസ്വദിക്കുവാനും പറ്റുന്ന ഒരു മേഖലയാണ്. കാരണം മറ്റ് വെള്ളച്ചാട്ടങ്ങളെന്ന് പറഞ്ഞാൽ അപകടകരമായ സാഹചര്യങ്ങളുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ ഇവിടെ അങ്ങനെയുള്ള യാതൊരുവിധ അപകടങ്ങളും ഈ വെള്ളച്ചാട്ടത്തിൽ നിന്നും ഉണ്ടാകുന്നില്ല. 2014 कहाँ से अभी? बैंगलोर से आया है। आप लोगों को कैसे लगा ये? अच्छा है। एंजॉय किया आप लोगों ने? तो नहाने के लिए नहीं जा रहे? बहुत भीड़ है। आगे भीड़ है इसलिए। कौन से? दूसरा व्हीकल में जा रहे हैं? अब मुनार निकल रहे हैं। अच्छा, अभी बस यही पहुंचा है। तो मतलब अच्छा लगा ना आपको? അരീക്കല് നന്നായിട്ടുണ്ട്. നല്ലതാണോ? മക്കൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു? വെള്ളത്തിൽ ഇറങ്ങുന്നില്ലേ? ഇറങ്ങുന്നുണ്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും എപ്പോഴും വരാൻ പറ്റുന്ന ഒരു സൗകര്യത്തോട് കൂടിയിട്ടുള്ളതാണല്ലേ? ഒരുപാട് ചാട്ടമില്ല, ഒന്നുമില്ല, ആസ്വദിക്കുകയും ചെയ്യാം അല്ലേ? മഴ കുറഞ്ഞു ഫാമിലിയായിട്ട് വന്നിട്ട് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി. ഇവിടെ അടുത്ത ഈ പ്രദേശത്ത് ഇത്ര നല്ലൊരു വെള്ളച്ചാട്ടം ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് തന്നെയാണ് അതല്ലേ? ഇവിടെ പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ ഭയങ്കര തിരക്കാണ്. ഒരു 10-2000 പേരെങ്കിലും ഇപ്പോൾ ഈ സമയത്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് മഴക്കാലത്ത് നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ. എല്ലാവർക്കും പിള്ളേർക്കും എല്ലാം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സൗകര്യമുണ്ട്. നല്ലൊരു തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്, പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട്. ഇത് എല്ലാ ദിവസവും തിരക്കുണ്ടല്ല? ശനി ഞായറുമാണ് ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്നത്. ഹോളിഡേയ്സിനാണ് തിരക്ക് വരുന്നത്. പഞ്ചായത്തിന്റെ പ്രധാന വരുമാന മാർഗം കൂടിയാണ് അരീക്കൽ വെള്ളച്ചാട്ടം. വേനൽ കനക്കുന്നതോടെ വെള്ളച്ചാട്ടം നിലയ്ക്കാൻ സാധ്യതയുള്ളതിനാൽ അത് മറികടക്കുന്നതിനുള്ള മുൻകൈ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമെന്നാണ് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കുന്നത്. വികസന കൂടുതൽ കാര്യങ്ങൾ വേനൽ സമയത്ത് മഴവെള്ളം ഇല്ലാത്തത് കൊണ്ട് തന്നെ, മഴയില്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളച്ചാട്ടം കുറവാണ്. അതുകൊണ്ട് തന്നെ കൃത്രിമമായിട്ടുള്ള ഒരു വെള്ളം എങ്ങനെ നമുക്ക് ഇവിടെ ചാടിക്കാൻ കഴിയും എന്നുള്ള സംബന്ധിച്ച് പഞ്ചായത്ത് ആലോചിക്കുന്നുണ്ട്. അപ്പം അതിന് പല കനാൽ വെള്ളം അതുപോലെ പല മാർഗങ്ങളും നമ്മൾ ആലോചിക്കുന്നുണ്ട്. അപ്പം എങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ സമയവും 365 ദിവസവും ഇതുപോലെ വെള്ളം ചാടുന്ന ഒരു അവസരം നമുക്ക് സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും.